ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം വരെ ചെയ്യുവാൻ നമ്മിലൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. അപ്പോൾ ആ ചോദിക്കുന്നത് എങ്ങനെയാണ്, എന്തോ ആണ് ചോദിക്കേണ്ടത്, ചോദിക്കുന്നവരെങ്ങനെ ആയിരിക്കണം, അതൊക്കെയാണ് 14-ാമത്തെ വാക്യം മുതൽ താഴോട്ട്. ഇന്നലെ ഓർപ്പിച്ചല്ലോ, പൗലോസിന്റെ വളരെ ഈടുറ്റ 2 പ്രാർത്ഥനയാണ് എഫേസ്യ ലേഖനത്തില്. 1-ാം അധ്യായത്തിന്റെ 15 മുതൽ 19 വരെയും 3-ാം അധ്യായത്തിന്റെ 14 മുതൽ 19 വരെയും ആഴമേറിയ ഈടുറ്റ ശ്രേഷ്ഠമേറിയ 2 പ്രാർത്ഥന. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ പ്രാർത്ഥനയും പൗലോസിന്റെ പ്രാർത്ഥനയും അന്യകല്യാന്തരമാണ്, ആനയും ആടും പോലെ. പൗലോസ് അവിടെ ഭൗതികമായ, മെറ്റീരിയലായ, ലൗകികമായ, ദൃശ്യമായ ഒന്നിനെ ഊന്നൽ കൊടുത്തല്ല പ്രാർത്ഥിക്കുന്നത്. എന്നാൽ അതൊക്കെ നമുക്ക് ആവശ്യമാണ്. അത് നടത്തി തരാൻ ദൈവം വിശ്വസ്തനാണ്. അതിന് മാത്രം ഊന്നൽ കൊടുത്ത് പ്രാർത്ഥിച്ചാൽ പല കാര്യവും നടക്കത്തുമില്ല, നമ്മൾ ക്ഷീണിക്കുകയും ചെയ്യും. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു നല്ല ദൈവമുണ്ട്. മത്തായി 6:33 എല്ലാവർക്കും മനഃപ്പാഠമാണ്. നോക്കാതെ വായി കാണാതെ എന്ന് പറ. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ ദൈവത്തിൻ രാജ്യവും നാമത്തിൽ ഉന്നത നീതിയും നേടിടണം. മുന്നമേ ദൈവത്തിൻ എൻ്റെ തൊണ്ടയ്ക്ക് അങ്ങ് പ്രയാസവും വേദനയും ആയിട്ടാണ് ഞാൻ പാടാൻ അല്പം പുറകോട്ട്. നിങ്ങൾക്കും അങ്ങനെ ആണല്ലോ. നിങ്ങൾ ഈ ദിവസങ്ങളിൽ വളരെ ബദ്ധപ്പാടും ശുശ്രൂഷയായതുകൊണ്ട് നിങ്ങൾക്കും തൊണ്ടയ്ക്ക് പ്രയാസമുണ്ട്. അതുകൊണ്ട് പാടണ്ട. എല്ലാവരും ഉറക്കം വളച്ചും യാത്ര ചെയ്തും ശുശ്രൂഷകളുമൊക്കെ ചെയ്ത് തന്നെ നിരന്തരം നിങ്ങൾ പാട്ട് തന്നെ ആണല്ലോ. അതുകൊണ്ട് വളരെ പ്രയാസത്തോടെ ഇരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ മുന്നമേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നവനാ നമ്മുടെ ദൈവം. പ്രവർത്തിപ്പാനും ദൈവം വിശ്വസ്തനാണ്. കഴിഞ്ഞ നാളുകളിൽ ദൈവപ്രവൃത്തി കണ്ടവരായി ഇതിനകത്തിരിക്കുന്ന എല്ലാവരും ഇനിയും ആ ദൈവം പ്രവർത്തിക്കുവാൻ ശക്തനും വിശ്വസ്തനുമാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 3-ാം അധ്യായത്തിന്റെ 20 ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ വ്യാപരിക്കുന്നവന് ഒരു ശക്തിയുണ്ട്. അപ്പൊ എന്തുവാ ചോദിക്കണ്ടേ? ഓർപ്പിച്ചല്ലേ, പൗലോസിന്റെ 2 പ്രാർത്ഥന, 1-ന്റെ 15 മുതൽ 19 വരെയും 3-ാം അധ്യായത്തിന്റെ 14 മുതൽ 19 വരെയും. അതിലെ 3-ാം അധ്യായത്തിന്റെ 14 മുതൽ 19 വരെ പഠിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ 3 വിധ മേഖലകൾ. ഒന്ന്, ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? ഇതറിയാൻ മേലാത്തവര് ആരോടും കയറി പ്രാർത്ഥിക്കും. ആരോട് പ്രാർത്ഥിക്കണമെന്ന് അറിയാൻ പറ്റാത്തവര് മിണ്ടുന്നില്ല. ആരോട് വേണമെങ്കിലും പ്രാർത്ഥിക്കും. റോഡെ പോകുമ്പോൾ, വഴിയെ പോകുമ്പോൾ, വണ്ടിയെ പോകുമ്പോൾ, അവിടെ ഇവിടെയൊക്കെ അവൻ പലരും നിപ്പോണ്ട്, പലരും ഇരിപ്പോണ്ട്, പലരും ഉണ്ട്. അവരോടെല്ലാം പണ്ട് പറഞ്ഞ കഥയാ, ഒന്നുകൂടെ ആവർത്തിക്കാം. കേൾക്കുമ്പം നിങ്ങൾ ചിന്തിക്കും, ഓ എന്നാൽ കേട്ടതാണല്ലോ, അതെ ഒന്നുകൂടെ അങ്ങ് പറയുക, എന്നിട്ടും ഗുണമാകുന്നില്ലല്ലോ. കപ്പിയാരെ പള്ളിക്കകത്ത് ഞാൻ എല്ലാവർക്കും നേർച്ചയിട്ട് വന്നപ്പം ഇങ്ങനെ ചിറകം വിടർത്തി നിൽക്കുന്ന അവിടെ നേർച്ച കിട്ടപ്പം ഒരാൾ നേർച്ചിട്ടപ്പോൾ കപ്പിയാര് പറഞ്ഞു മത്തായിച്ചനോട്, അതാരാന്നും പറഞ്ഞു. ആരാ? അത് പിശാന, ലൂസിഫറാണ്. പുള്ളിക്കെന്തിനാ അവിടെ നേർച്ച കിട്ടും? പുണ്യാളന്മാരെല്ലാം ഉണ്ട്, അവർക്കിടുന്നതെന്ന് കുഴപ്പമില്ല. കപ്പിയാർ പറഞ്ഞു കൊടുക്കുക, ഇവനെന്തിനായിട്ട്. അപ്പം അബദ്ധമാണെന്ന് കണ്ടെങ്കിലും പുള്ളി വീണത് വിദ്യയാക്കി. കള്ളക്കപ്പിയാര് എങ്ങോട്ട് പോകുന്നെന്ന് ആരറിഞ്ഞു? അബദ്ധത്തിൽ എങ്ങാനും അങ്ങോട്ടായിരുന്നെങ്കിൽ ഇവനാ വാദിച്ച് നിൽക്കുന്നത്. അപ്പൊ അവനും ഇരിക്കട്ടെ, 50 പൈസ. അങ്ങോട്ടാണെങ്കിൽ മറ്റവരെല്ലാം കയറ്റിക്കൊണ്ട് പൊക്കോളും. ഞാൻ അബദ്ധത്തിൽ എങ്ങാനും താഴോട്ടായിരുന്നെങ്കിൽ ഇവനായിരിക്കും അവിടെ വാളും പിടിച്ചോണ്ട്
ഇരിക്കുന്നത്. അതുകൊണ്ട് അവനും ഇരിക്കട്ടെ നമ്പർ. അങ്ങനെ ആരോടും കയറി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് അറിയത്തില്ലെങ്കിൽ ആരെ കണ്ടാലും പ്രാർത്ഥിക്കും. നമ്മളെക്കാൾ വിശേഷമായ വസ്ത്രം ധരിക്കുകയോ വിശേഷമായ രീതി കാണുകയോ ചെയ്ത് അന്നേരം കയറി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? അതിന്റെ 14-ാമത്തെ വാക്യം വായിച്ചേ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിലും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അപ്പോൾ പിതാവിനോടാ പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥനയ്ക്ക് വരുന്നവർ, പ്രാർത്ഥിക്കുന്നവർ ചെയ്യേണ്ട കാര്യം അവൻ പിതാവിനോട് പ്രാർത്ഥിക്കണം. ഏത് പിതാവ്? അത് ക്ലിയർ ആക്കി നമ്മുടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. വേറെ ഒരു പിതാവിനോടും പ്രാർത്ഥിക്കരുത്. സ്വർഗസ്ഥനായി പിതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ചിലര് പറയും, ഇവിടെ ഇഷ്ടം പോലെ പിതാക്കന്മാരുണ്ടല്ലോ, കിഴക്കിന്റെ പിതാവ്, പടിഞ്ഞാറിന്റെ പിതാവ്, പരിശുദ്ധ പിതാവ്, പിന്നെ ഒത്തിരി ഉണ്ടല്ലോ, ഒത്തിരി ഉണ്ട്. മിണ്ടുന്നില്ല. നിങ്ങളിലാരും പിതാവെന്ന് പേരെടുക്കരുത്. ഒറ്റ പിതാവിയുള്ള സ്വർഗസ്ഥൻ. നിങ്ങളിലാരും നായകൻ എന്ന് പേരെടുക്കരുത്. ഒരുത്തൻ എത്രയും നമ്മുടെ നായകൻ, അത് യേശു ക്രിസ്തു. അവിടുന്ന് രക്ഷാനായകനാണ്, അവിടുന്ന് ജീവനായകനാണ്, അവിടുന്ന് വിശ്വാസത്തിന്റെ നായകനാണ്. ദൈവത്തിന് മഹത്വം. നമുക്കൊരൊറ്റ പിതാവേ ഉള്ളൂ സ്വർഗസ്ഥൻ. ഒരേ ഒരു നായകനേ ഉള്ളൂ, അത് രക്ഷാനായകനാകുന്ന യേശു ക്രിസ്തു. ഇവനായകനെ മനുവേലേ ജീവനായകനെ മനുവേലേ. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു തരത്തിലേ നമ്മുടെ നായകൻ നസ്രായൻ. നമുക്കൊരൊറ്റ പിതാവേ ഉള്ളൂ, അത് സ്വർഗസ്ഥൻ. ഒരേ ഒരു പരിശുദ്ധൻ, അത് ദൈവം തമ്പുരാനാണ്. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്, നീയല്ലോ ഏക പരിശുദ്ധൻ. ഒറ്റ പരിശുദ്ധനേ ഉള്ളൂ ദൈവം തമ്പുരാൻ, ഒറ്റ നായകനേ ഉള്ളൂ ക്രിസ്തുയേശു. അപ്പൊ ഒരേ ഒരു പിതാവേ ഉള്ളൂ, അത് സ്വർഗസ്ഥനായ പിതാവ്. അപ്പൊ ആരോട് പ്രാർത്ഥിക്കണം? സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കണം. ഈ പിതാവിനോട് പ്രാർത്ഥിക്കണമെങ്കിൽ ഈ പിതാവും മക്കളും എന്നുള്ളൊരു ബന്ധം ഉണ്ടാകണം. വേണ്ടായോ? വേണം. അതെങ്ങനെയാ കിട്ടുന്നത്? നിങ്ങൾക്ക് അറിയാമെന്ന് പറയാം, എനിക്കൂടെ അറിയാമെന്ന് പറയാം. അതിൽ ശരി ഏതാന്ന് വെച്ചാൽ അംഗീകരിച്ചു വീട്ടിലും പോവാം. ഉറക്കെ പറഞ്ഞു. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറയണമെങ്കിൽ നമ്മുടെ പിതാവായിരിക്കണം. നാം ആരായിരിക്കണം? മക്കളായിരിക്കണം. എങ്ങനെയായി മക്കളാകുന്നത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വീണ്ടും ജനനത്താലാണ് മക്കളാകുന്നത്. അങ്ങനെ വീണ്ടും ജനനം. എന്തായി വീണ്ടും ജനനം? വീണ്ടും ജനനം ഞങ്ങൾ എത്രയോ വർഷം മുമ്പ് ജനിച്ചതാണ്. വീണ്ടും ജനനം വന്നുകൊണ്ടല്ലോ ഞങ്ങൾ ഇതിനകത്ത് വന്ന് ഇരിക്കുന്നത്. അത് സമ്മതിച്ചു. അതുകൊണ്ടായിരിക്കുന്നത് എന്തുവായി വീണ്ടും ജനനം? പെട്ടെന്ന് യോഗം നിർത്തി ചൂട് കൂടുന്നു, ഞങ്ങൾക്ക് പോണമെന്നായിരിക്കും. അല്ല, ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് വീണ്ടും ജനനം. എന്നാലും ചാടി പറയുന്നല്ലോ വലിയ കാര്യം. ഹോമം തെറ്റിയിരിക്കുന്നതിൽ നല്ലത് എന്തെങ്കിലുമൊക്കെ. വീണ്ടും ജനനം. അത് നിങ്ങൾക്കെല്ലാം അറിവുള്ള ഒരു ഭാഗമുണ്ടല്ലോ വീണ്ടും ജനനത്തെ പറ്റി യേശു പറഞ്ഞത്. ആരോടാണ്? അതാ ഒന്ന് വായിച്ചേ, എടുത്തവരെല്ലാം ഒന്ന് വായിച്ചു. വായിക്കും 1 മുതൽ വായിച്ചു. നിക്കോദേമോസ് എന്ന് അടുത്തത് അടുത്തത്
പുതുതായിട്ട് ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ അതാണ് വീണ്ടും ജനനം, പുതുജനനം എന്നൊക്കെ വേറെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തുവാ ഈ വീണ്ടും ജനനം? ലളിതമായിട്ടാ പറയുന്നത്, ലളിതമായിട്ട്, ഒത്തിരി ഡീപ്പായിട്ട് പറയുന്നുമില്ല. തന്നെയല്ല ഞാൻ പറഞ്ഞാൽ ഒക്കുകയില്ല, തന്നെയല്ല നിങ്ങൾ ഗ്രഹിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് വളരെ ലളിതമായിട്ട് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം. എന്തുവാ വീണ്ടും ജനനം? അപ്പൊ ഈ വീണ്ടും ജനനം എന്തുവാന്ന് പഠിക്കുന്നതിന് മുമ്പ് ആരാണ് വീണ്ടും ജനിക്കേണ്ടത്? ആരാണ് വീണ്ടും? അത് പാസ്റ്ററൊക്കെ ആ ഏരിയയിൽ പോയി അവർ കുറച്ച് പേര് വീണ്ടും ജനിക്കട്ടെ. അല്ലെ അവിടെ ജാക്കോച്ചനും തോമാച്ചനും തങ്കമ്മയും മേരിക്കുട്ടിയും ലില്ലുക്കുട്ടിയും ഏലിയാമയൊക്കെ ഉണ്ട്, അവർ ജനിക്കട്ടെ. അല്ലെങ്കിൽ ആണ്ട ശാരദയും ഭാർഗവനും ശ്രീധരനും കമലാക്ഷിയും പോറ്റനെ അവർ ജനിക്കട്ടെ, അവർക്കാ. അല്ലെങ്കിൽ ആണ്ട അബ്ദുള്ളയും റഹ്മാനും നബീസി അവരൊക്കെ ജനിക്കട്ടെ. ആരാണ് വീണ്ടും ജനിക്കേണ്ടത്? ഒറ്റ വാക്ക് പറയാം, എല്ലാവരും വീണ്ടും ജനിക്കണം. എനിക്ക് തോന്നുന്നു B.A. തോമച്ചാനാണ് ഒന്ന് പണ്ട് ഒരിക്കൽ പറഞ്ഞു, കടമെടുക്കേണ്ടതല്ല, കടമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, 2 പ്രാവശ്യം ജനിച്ചവൻ 1 പ്രാവശ്യം മരിച്ചാൽ മതി. 2 പ്രാവശ്യം ജനിച്ചവൻ, എന്നാൽ 1 പ്രാവശ്യം ജനിച്ചവൻ, അതാ മനസ്സിലായി കാണുമല്ല, അതും മനസ്സിലായില്ലേ? ഞാൻ നിങ്ങൾ ഈ ഭൂമിയിൽ അമ്മയുടെ ഉദരത്തിൽ കിടന്ന സമയമായപ്പോൾ പുറത്ത് വന്ന് ജനിച്ചു. അത് ആദ്യത്തെ ജനനം. രണ്ടാമത്തെ ജനനമാണ് വീണ്ടും ജനനം. അങ്ങനെ 2 പ്രാവശ്യം ജനിച്ചവര് പിന്നെ 1 പ്രാവശ്യം മരിച്ചാൽ മതി. അത് ഈ കണ്ണടയുന്ന കാര്യമാണ്. എന്നാൽ 1 ജനനമേ നടന്നുള്ളൂ. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നു. വീണ്ടും ജനനം നടന്നിട്ടില്ലെങ്കിൽ 2 മരണം നടക്കും. 1 ഈ കണ്ണടയുന്ന മരണവും, 2 നിത്യമരണവും. അപ്പോൾ നിത്യമരണത്തിൽ അകപ്പെട്ടു പോകാതിരിക്കാനാണ് നമുക്ക് വീണ്ടും ജനനം. ദൈവത്തിന് മഹത്വം. അപ്പൊ ആരാ വീണ്ടും ജനിക്കേണ്ടത്? ദൂരോട്ടൊന്നും പോകണ്ട. ആ അധ്യായം ഉണ്ടെന്നാൽ ആരൊക്കെ വീണ്ടും ജനിക്കണം എന്നവിടെ ശരിക്കും സൂക്ഷ്മമായി പഠിച്ച് ആരൊക്കെയാ വീണ്ടും ജനിക്കേണ്ടത്. ഇനി 1-ാം വാക്യം വായിത്. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണി. അപ്പൊ അദ്ദേഹത്തിന്റെ പേരാണ് നിക്കോദേമോസ്. ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. എങ്ങനെ മൈൻഡിൽ കൂടെ വായിച്ചേ. നിക്കോദേമോസ്. കൃത്യമായിട്ട് വായിച്ചോ. നിക്കോദേമോസ്. അപ്പോൾ നിക്കോദേമോസ്. അപ്പൊ നിക്കോദേമോസിനോട് യേശുക്രിസ്തു പറയാ വീണ്ടും ജനിക്കണം. അപ്പൊ ആ ഭാഗം പഠിക്കുമ്പോൾ ആരൊക്കെ വീണ്ടും ജനിക്കണം? അവിടെ 1 ഈ നിക്കോദേമോസ് ആരാ? 1 അയാളൊരു പരീശൻ. ആരാ? പരീശൻ. ആരാ ഈ പരീശൻ? എന്നാലും ശിവപാസോടിയോ പ്രസംഗിച്ചപ്പോൾ ഇവിടെ ഈ കൂട്ടാനിക്ക് പറഞ്ഞതാണ്. നിങ്ങൾ പറയാം പരീശൻ ആരാ? ഇരിക്കുന്നതെല്ലാം പരീശന്മാരാ. സ്റ്റേജിൽ ഇരിക്കുന്നതാ മെയിൻ പരീശൻ. ഇതൊക്കെ ആയിരിക്കും നിങ്ങളിൽ പറയാൻ. ഞങ്ങൾ 3-4 വർഷമായിട്ട് കുറച്ച് പരീശന്മാരെ കണ്ടോണ്ട്. ആരാണ് പരീശൻ? യഹൂദന്മാരുടെ ഇടയിൽ പ്രധാനമായിട്ട് 2 ഗ്രൂപ്പുകാരാണ്. അതിലൊന്നാണ് പരീശൻ, 2 സദൂക്യര്. 2 യഹൂദന്മാരാ, പക്ഷെ 2-നും 2 തരത്തിലുള്ള വിശ്വാസവും രീതികളുമാണ്. സദൂക്യര് ആത്മാവൊന്നും ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല, ദൂതനുണ്ടെന്നും. പക്ഷെ പരീശന്റെ വിശേഷത ഇത് മുഴുവൻ കാണാപ്പാടമാണ്. കാണാപ്പാടം മാത്രമല്ല, ഇത് മുഴുവൻ വിശ്വാസമാണ്. ദൈവമുണ്ടെന്നും ദൂതനുണ്ടെന്നും ആത്മാവുണ്ടെന്നും എല്ലാം വിശ്വസിക്കും. ഈ പരീശന്മാരിൽ തന്നെ പല വകുപ്പുകളുണ്ട്. അവിടെ ആ ഭാഗത്തേക്ക് ഇപ്പൊ പോകുന്നില്ല.
നിങ്ങൾ ഇന്ത്യക്കായി ചൂടും പിടിച്ച് ജോലിയൊന്നുമില്ല, പരീക്ഷൻ ഗിരീശൻ കോൻ പിടിച്ചു വിടാനുള്ളതിന്. അപ്പോൾ ഇദ്ദേഹം ന്യായപ്രമാണമെല്ലാം നന്നായിട്ട് അറിവുള്ള വ്യക്തിയാണ് പരീശന്മാർ. എല്ലാവരും വകുപ്പുകളെല്ലാം അറിയാം. പൊതുസ്ഥലത്തൊക്കെ നിന്ന് പ്രാർത്ഥിക്കുകയും നിന്നോണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും ചില പലത്തിലെ പ്രാർത്ഥിക്കാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എൻ്റെ എടുത്തോണമാണ് പരിശുദ്ധനായ വീഡിയോ എടുക്കുന്നവരോട് ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. വീഡിയോ എടുക്കുന്ന എന്നോട് വന്ന് പറയും, പുള്ളി പറഞ്ഞായിരുന്നെ നന്നായിട്ട് മിണ്ടുന്നില്ല. ഞാൻ ശുശ്രൂഷയ്ക്കൊക്കെ പോകുമ്പോൾ ചിലർക്ക് വീഡിയോ എടുക്കുന്നതിൻ്റെ ഫ്രണ്ടിലിരിക്കണം. ഒന്ന് ഡ്രം സെറ്റ്, അല്ലെങ്കിൽ മൃദംഗം, അല്ലെങ്കിൽ തബല, അല്ലെങ്കിൽ അത് എപ്പോൾ നോക്കിയാലും പുള്ളി ഇങ്ങനെ മിണ്ടുന്നില്ല. ഓ, എല്ലാവരും കാണണം, എല്ലാവരും എപ്പോൾ നോക്കിയാലും പുള്ളി രംഗത്തുണ്ടെന്ന് അറിയാം. ഒരു ചിരി, ആ നിപ്പും ആ മുഖവും മിണ്ടുന്നില്ല. അപ്പൊ ഈ പരീക്ഷൻ ഈ പ്രമാണമൊക്കെ വിശ്വസിക്കുന്നവനാ. ഏതാ? ന്യായപ്രമാണമല്ല, മുഴുവൻ വിശ്വസിക്കുന്ന. അപ്പൊ ന്യായപ്രമാണം വിശ്വസിക്കുന്ന നീയും വീണ്ടും ജനനം പ്രാപിക്കണം. നിനക്ക് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അറിയാം, അധ്യായം അറിയാം, പുസ്തകക്രമം അറിയാം, കാര്യം അറിയാം, വചനം അറിയാം, സകല വകുപ്പും അറിയാം. പക്ഷെ അതുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോകത്തില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ അവൻ വീണ്ടും ജനിക്കണം. അപ്പൊ ഇങ്ങനെ ആരാ? ഒന്ന് പരീക്ഷണം വീണ്ടും ജനനം ആവശ്യമാണ്. നമ്മുടെ ഇടയിലൊക്കെ ഒത്തിരി പരീക്ഷന്മാരുണ്ട്, ഇല്ലേ? കൊണ്ടുണ്ട്. കേൾപ്പിക്കാൻ പ്രാർത്ഥിക്കുക, അവരറിയാൻ വേണ്ടി. ഞാൻ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവിടെ തന്നെയല്ല പലയിടത്തും മൈക്കുമായിട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അത് കഴിയുമ്പോൾ ഇരുന്ന് ഉറങ്ങുക. ഇതിലെ അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ എനിക്ക് പിന്നെ ഇതൊക്കെ കാണുമ്പോൾ പിടി കിട്ടും. പിന്നെ ഈ ചൂടും പിടിച്ച് വന്നിരിക്കുന്നല്ലോ എന്നോർത്ത് ഞാനും അങ്ങ് മിണ്ടുന്നില്ലല്ലോ. എല്ലാവരുടെയും കാര്യമല്ല, അങ്ങനെ ചെയ്യുന്നവരുടെ കാര്യമായി പറഞ്ഞേ. പരമാർത്ഥികൾ ഇതിനകത്ത് ഉണ്ട്. ഇപ്പൊ ഞാനില്ലെങ്കിലും ശുഭഭാഷില്ലെങ്കിലും ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ശുശ്രൂഷയ്ക്ക് ഇവിടെ ഇല്ലെങ്കിലും നിങ്ങൾ നന്നായിട്ട് ഈ ശുശ്രൂഷ ചെയ്യണം. ഞങ്ങൾ ഉള്ളപ്പോൾ ഒരു ഇളക്കവും അത് പാടില്ല. നാം ദൈവത്തെ ആരാധിക്കുന്നത്. ഈ സ്റ്റേജിൽ ഇനി ആരുമില്ലെങ്കിലും നിങ്ങൾ അതിന്റെ ഓർഡറിൽ, ക്രമീകരണത്തിൽ അവൻ ഏകാഗ്രതയോടെ ഭക്തിയോട് വേണം ദൈവത്തെ ആരാധിക്കാൻ. ഗാനങ്ങളല്ല കൊണ്ട് പരീക്ഷന്മാർ ഒത്തിരിയുണ്ട്. ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ വലിച്ചു വാരി കൂടെ കൂടെ കർത്താവേ അനീഷ്കാവാനും പാസ്റ്റർ കൂടെ നമ്മളെ സൂചിപ്പിക്കുക. ഇപ്പൊ ഒരു വിഷയം പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അത് പ്രാർത്ഥിക്കാം, അന്നേരം എന്നെ അതിനിടയ്ക്ക് കയറ്റുപോകുന്നു വേണ്ട. നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോ ഇവിടെ നടത്തിപ്പുകാര് ഒരു വിഷയം പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ആ വിഷയം പ്രാർത്ഥിച്ചാൽ മതി, അതിനിടെ വേറെ ആര് വേണ്ട. ഇതൊക്കെ പഠിക്കണ്ടേ? പ്രാർത്ഥനയാണല്ലോ വിഷയം. ഇന്നും നാളെ ഇത് തന്നെ ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നു. ഇന്നലെ മുഖവരേച്ചനെ പറഞ്ഞല്ലോ, 10, 20, 30 കൊല്ലമായിട്ടും ഇത് വെളിവില്ല ചിലതിന്. ഇത് കടയിൽ കിട്ടുമെങ്കിൽ 1 കിലോ മേടിച്ച് കൊടുക്കുകയും ചെയ്യാം. ഇന്ന് അതേ 1 കിലോ വെളിവ് കൊണ്ടുപോയി. നിങ്ങളിൽ പലരും വളരെ പരിജ്ഞാനത്തോടെ ഇത് കൈകാര്യം ചെയ്യുന്നുണ്ട്, അവരെ അഭിനന്ദിക്കുന്നു. എല്ലാവരും മോശക്കാരാണെന്നല്ല, പക്ഷെ എല്ലാവരും നന്നായി വരണം. അതിനായി ഇത് പറയാൻ ദീർഘമായിട്ട് പ്രാർത്ഥിക്കുന്നവര് എല്ലാവരും കാണത്തക്ക വിധം. എല്ലാവരും ചിലരെ കണ്ടിട്ടില്ലേ? എല്ലാവരും ആരാധിച്ച് നിർത്തുമ്പോൾ ഇവർക്ക് ഒരു കണക്കോ. എല്ലാവരും ആരാധിക്കുമ്പോൾ ഇരുന്ന് ഉറങ്ങും. നിങ്ങൾക്ക് എഴുന്നേറ്റ് നിന്ന് നൃത്തം ചെയ്ത് ആരാധിക്കാം, ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. അവർ മറ്റുള്ളവർ കാണാനും കാണിക്കാനും കേൾക്കാനും അല്ല. ചിലരെ ഉപവസിക്കുമ്പോ അങ്ങ് ക്ഷീണവും തളർത്തും. നമ്മൾ ഉപവാസം തന്നെ
അങ്ങനെ തളർച്ചയും ക്ഷീണമുള്ളവർ ഇരിക്കാതിരിക്കുക. ഉരുണ്ട് വീണാ പിന്നെ അതിനെ എടുത്തോണ്ട് പോകണ്ടേ? അപ്പൊ ഈ ആ മുഖവും ഇരിപ്പും കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചോദിക്കണം, ഫാസ്റ്റിംഗ്? ദൈവത്തിന് മഹത്വം. അതെ, നമുക്ക് അഭിഷേകം ഉണ്ടാക്കാം. അപ്പൊ ആരൊക്കെയാണ് വീണ്ടും ജനനം പ്രാപിക്കേണ്ടത്? ആരൊക്കെ വീണ്ടും ജനിക്കണം? പുതുതായി പിതാവിനോടല്ലേ പ്രാർത്ഥിക്കണ്ടേ? ആ പിതാവാകണമെങ്കിൽ നമ്മൾ മക്കളായിരിക്കണം. മക്കളാകണമെങ്കിൽ വീണ്ടും ജനനം ഉണ്ടായിരിക്കണം. വീണ്ടും ജനനത്തിന്റെ കാര്യമായി പറയാൻ തെറ്റിദ്ധരിക്കരുത്, വിഷയവും വിട്ടുപോകരുത്. അപ്പൊ ആരൊക്കെ വീണ്ടും ജനനം പ്രാപിക്കണം? ഒന്ന്, ന്യായപ്രമാണം അറിഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ പുസ്തകക്രമം 119 സങ്കീർത്തനം കാണാതെ പറയും, നീയും വീണ്ടും ജനനം പ്രാപിക്കണം. വെളിപ്പാട് പുസ്തകം എനിക്ക് മനഃപാഠമാ, നീയും വീണ്ടും ജനനം പ്രാപിക്കണം. ഞാൻ പുസ്തകക്രമമൊക്കെ പറഞ്ഞ് എത്ര ട്രോഫിയാ ഞങ്ങളുടെ ഷോക്കേസ് അതവിടെ ഇരിക്കട്ടെ, പക്ഷെ നീ വീണ്ടും ജനനം പ്രാപിക്കണം. അപ്പൊ ഒന്ന്, പരീക്ഷൻ, അവൻ വീണ്ടും ജനനം പ്രാപിക്കണം. രണ്ട്, അദ്ദേഹത്തെ പറ്റി എഴുതിയിരിക്കുന്നത് ഒന്നുകൂടെ വായിച്ച വാക്യം. യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി. രണ്ട്, ഇവനൊരു പ്രമാണിയാണ്. പ്രമാണിയാണ്. പ്രമാണിയുള്ളതിനെ ശരി വേറൊരു ഭാഷാന്തരത്തിൽ കൊടുത്തിരിക്കുന്നത് റൂളർ എന്നാണ്. റൂളർ എന്ന് പറഞ്ഞ പുള്ളി നല്ല വകുപ്പും ചട്ടവും പറയും. ആൾക്കാരെ വരച്ചവരെ നിർത്തും. പ്രമാണിയാണ്. സഭയിലൊക്കെ അങ്ങനെ പ്രമാണികാരുണ്ട്. മിക്ക സഭകളിലൊക്കെ ചെന്ന് 2-3 പ്രമാണിമാര് കാണാം. അവരാ നിപ്പും ആ നോട്ടവും ഒന്നും ചെയ്യത്തില്ല, എല്ലാവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇവിടെ അങ്ങനെ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ മൈക്ക് കൊണ്ട് കൈ കൊടുത്താലേ പ്രമാണി പ്രാർത്ഥിക്കും. അപ്പോൾ ഇരുന്നാൽ പോലും മിണ്ടുന്നില്ല. അയ്യോ, മൈക്ക് ഉണ്ടെങ്കിലും മൈക്ക് ഇല്ലേലും പ്രാർത്ഥിച്ചു പോകണം. അടുത്ത് വല്ലോട്ടെ അതങ്ങോട്ട് പോയി എടുക്കുന്നതിന് ഷട്ടിന്റെ ബട്ടൺ സൂരുവോ? അല്ല, കൊച്ചു പിള്ളേരോടും പറയാം, നിങ്ങൾ പെട്ടെന്ന് കൊടുക്കുകയും ചെയ്യണം. പുള്ളിക്ക് ആകോട്ട് പുള്ളി വന്നെടുക്കട്ടെ. രണ്ട് കൂട്ടരും ശ്രദ്ധിക്കണം. ചില നമ്മൾ അങ്ങോട്ട് ചെന്ന് കൈ കൊടുത്താല് അതും വലിയ സന്തോഷത്തിലല്ല. ചെലവിന് കൈ കൊടുക്കുന്നേ ഇല്ല. ലോകം കഴിയുമ്പോ കരുണ മുങ്ങ് പോലെ സാധനം ഉറങ്ങു കാണോ? അതും കേട്ടില്ല. അപ്പൊ ശ്രദ്ധിച്ചേ, ക്ഷീണവും ഒക്കെ കാണും, ഇല്ലെന്നൊന്നും പറയുന്നില്ല. വീണ്ടും ജനനം ഇങ്ങനെയാണ് വിചാരം. വീണ്ടും ജനനം നടക്കും. അപ്പൊ ശ്രദ്ധിക്കില്ല. നിയമമൊക്കെ പറയുന്ന റൂളറാ, പ്രമാണിയാണ്. പ്രമാണിയും വീണ്ടും ജനനം പ്രാപിക്കണം. ഞാൻ സഭയിലെ പ്രമാണിയാ, വീട്ടിലെ പ്രമാണിയാ, ഏരിയയിലെ പ്രമാണിയാ, ദേശത്തെ പ്രമാണിയാ. എന്നെ ആരും നിയന്ത്രിക്കണ്ട. ഞാൻ ആരാന്ന് അറിയാമോ? അയ്യോ അറിയാം. പക്ഷെ വേറെ പുസ്തകം പഠിപ്പിക്കുന്നത് നീയും വീണ്ടും ജനനം പ്രാപിക്കണം. വചനം അറിയാവുന്നവനും വീണ്ടും ജനനം പ്രാപിക്കണം. പ്രാമാണിത്വമുള്ളവനും പ്രാപിക്കണം. സ്തോത്രം. ഇനി ആരാ അധ്യായം പഠിക്കുമ്പോൾ അറിയാം. പുള്ളി കർത്താവിനോട് ഞാൻ പറഞ്ഞ അടുത്ത വാക്യം അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന്. അയ്യോ, എത്ര കൃത്യമായിട്ടാ പുള്ളിക്ക് കാര്യമുണ്ട്. റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ ഈ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. സകല കേസ് പറഞ്ഞാവുന്ന ആളാ. നീ എവിടുന്നാ വന്നെന്ന് എനിക്കറിയാം. നിന്റെ കൂടെ ആരുണ്ടെന്നൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞ എനിക്കെല്ലാം അറിയാം.
ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ ഒരു കർത്തദാസൻ പറഞ്ഞതുപോലെ പുള്ളി ക്രിസ്ത്യോളജിയിൽ ബിരുദമെടുത്തയാളാണ്. യേശു ക്രിസ്തു എവിടെ ആയിരുന്നു, എങ്ങനായിരുന്നു, എന്തായിരുന്നു, എപ്പോൾ വന്നു, എന്തിനു വന്നു, വന്നതിന്റെ ഉദ്ദേശം, വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, പിന്നെ എങ്ങനെ പോയി, പോയിട്ട് എവിടെ, ഇപ്പോൾ എവിടെ, ഇനി എങ്ങനെ, എല്ലാം പുള്ളിക്ക് മനപ്പാടമാണ്. അതാ പുള്ളി പറഞ്ഞു, നീ ദൈവത്തിന് എടുക്കാനാ, അതൊക്കെ എനിക്കറിയാം. തന്നെയല്ല, ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന്. തിയോളജി പഠിപ്പിച്ചത് കൊണ്ടോ തിയോളജി പഠിച്ചത് കൊണ്ടോ കാര്യമായില്ല. നീ വീണ്ടും ജനനം പ്രാപിക്കണം. ഞാൻ BTH, BD, MD, MDH, ഇപ്പൊ പിന്നെ റിസർച്ച്, അതൊക്കെ നല്ല കാര്യം, പഠിക്കാവുന്നിടത്തോളം പഠിക്കണം. പക്ഷേ അവൻ സ്വർഗത്തിൽ പോകണമെങ്കിൽ, മകനെന്നുള്ള പദവി കിട്ടണമെങ്കിൽ വീണ്ടും ജനനം പ്രാപിക്കണം. അത്യാവശ്യമാണ്. അപ്പോൾ തിയോളജി അറിയാവുന്ന വ്യക്തിയും, അപ്പൊ അതിന് വേറെ കാര്യമുണ്ട്. തിയോളജി അറിയാവുന്ന പലർക്കും വീണ്ടും ജനനം നടന്നിട്ടില്ല, പഠിപ്പിക്കുന്നതേ ഉള്ളൂ. അത് അവരുടെ ഒരു പ്രൊഫഷനാണ്. ഞാൻ 8 കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. നല്ല കാര്യം. പഠിപ്പിക്കുന്നവരെ ആക്ഷേപിക്കുകയല്ല, പഠിപ്പിച്ചോണം, പഠിക്കുകയും ചെയ്യണം. എത്രത്തോളം പഠിച്ചോണം. ഇന്ന് ഞാൻ രാവിലെ ഞങ്ങളെ ഒരു വീട്ടിൽ പോയി, അവിടുത്തെ അച്ചായന പ്രായമുള്ളയാളാണ്, പുള്ളി പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അന്തം വിട്ടുപോയി. ഞാൻ ചോദിച്ചു, ഇപ്പൊ ഏത് ഭാഗമാണ് പഠിക്കുന്നത്? ഞാൻ യോഹന്നാന്റെ സുവിശേഷമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, എവിടം വരെയായി? 1-ാം അധ്യായത്തിന്റെ 28 വരെ പഠിച്ചോളൂ. അപ്പൊ ചോദിച്ചു, എത്ര നാളാണ്? 3 മാസമായിട്ട് അത്രയോ പഠിച്ചോളുന്നു. കേൾക്കാനിതാണോ അതോ താല്പര്യമായിട്ടാണോ? 3 മാസമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം വരെ പഠിച്ചോളുന്നു. നമ്മൾ 3 മാസം കൊണ്ട് ബൈബിൾ മൊത്തം പഠിച്ചു വെച്ചിരിക്കുക, മടക്കിയും വെച്ചു. അപ്പൊ ശ്രദ്ധിക്കുക, തിയോളജി അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമായില്ല, വീണ്ടും ജനനം പ്രാപിക്കണം. അപ്പൊ ആരൊക്കെയാ വീണ്ടും ജനനം പ്രാപിക്കണ്ടെന്നായി പറഞ്ഞത്? പരീക്ഷന്മാരെല്ലാം വീണ്ടും ജനനം, ന്യായപ്രമാണമൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ കാര്യം വീണ്ടും ജനനം. 2 പ്രമാണിത്വമുള്ളവർ, അവരും വീണ്ടും ജനനം പ്രാപിക്കണം. 3 ക്രിസ്റ്റോളജി, ന്യൂമറ്റോളജി, ആന്ത്രോപോളജി ഒക്കെ അറിയാവുന്ന അവരും വീണ്ടും ജനനം പ്രാപിക്കണം. മാത്രമല്ല, അനേകം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യേശുവേ ഗുരു വീണ്ടും ജനനം പ്രാപിക്കണമെന്ന് യേശു പറഞ്ഞ പുള്ളി യേശു എന്ന് പറയാം. പിന്നെ മനുഷ്യൻ വൃദ്ധനായ ശേഷം, അങ്ങനല്ലേ? മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? ശ്രദ്ധിച്ചേ, വൃദ്ധനായ ശേഷം. അപ്പൊ ആ വാക്യത്തിന്റെ അർത്ഥം തന്നെ, ഈ ചെന്ന നിക്കോദോമോസ് ആരാ? വൃദ്ധന, നല്ല പ്രായമുള്ളവനാ. അതുകൊണ്ടല്ലേ പുള്ളിയോട് വീണ്ടും ജനനം പ്രാപിക്കാൻ പറഞ്ഞപ്പോ പുള്ളിയോടല്ല തിരിച്ചു പറഞ്ഞത്, മനുഷ്യൻ വൃദ്ധനായ ശേഷം. അങ്ങനെ അമ്മയുടെ അപ്പൊ നല്ല പ്രായമുണ്ട്. അപ്പൊ പ്രായമുള്ളവരും വീണ്ടും ജനനം പ്രാപിക്കണം. നമ്മൾ സുവിശേഷമൊക്കെ പറയാമോ? എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ചില പ്രായമുള്ളവർ പാസ്റ്ററെ കണ്ട പിള്ളേരോട് പറയാം, ഞങ്ങളൊക്കെ ഇനി പ്രായമായി, നടക്കാനും വയ്യ, കാലിന് നീര്, പുറത്തെടുത്ത് കയറുന്നു, പെരുമുട്ട് കിട്ടുന്നു, വാദമുണ്ട്, പല പല അസുഖങ്ങളാണ്. ഇനിയിപ്പോൾ ഞങ്ങളുടെ കാര്യമൊക്കെ കണ്ട കൊച്ചുങ്ങളോട് പറയാം. അയ്യോ, പിള്ളേർ മാത്രമല്ല വീണ്ടും ജനനം പ്രാപിക്കേണ്ടത്, പ്രായമുള്ളവരും വീണ്ടും. അപ്പൊ ആരൊക്കെ വീണ്ടും ജനനം പ്രാപിക്കണമെന്നായി പറഞ്ഞ? പ്രായമുള്ളവര്. ഞാൻ 60-ആയി, 70-ആയി, 80-ആയി, 90-ആയി, ഇനി എന്റെ കാര്യം എങ്ങനെയും അല്ലല്ല, നീ 110 മരിക്കുന്നത് വരെയാണെങ്കിലും വീണ്ടും ജനനം പ്രാപിക്കണം. വൃദ്ധൻ എന്ന് പറഞ്ഞ പ്രായമുള്ളയാളാ, പഴക്കം. ഇങ്ങനെ അങ്ങ് വ്യാഖ്യാനിക്കുക, പഴയ ആളാ. പിള്ളേരെല്ലാം പുതിയതാ, പ്രായമുള്ളവര്. അങ്ങനെയാണെങ്കിൽ പാരമ്പര്യം പറയുന്നവരും വീണ്ടും ജനനം പ്രാപിക്കണം. പഴക്കം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? ഇല്ലേ? അയ്യോ, നമ്മളെല്ലാം ഈ ശുശ്രൂഷക്കൊക്കെ പലയിടത്തും പോകുന്നതല്ലേ? ഇന്നലെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ കാര്യം പറഞ്ഞു, കൂടുതലും പാരമ്പര്യം ഇപ്പൊ പെന്തിക്കോസുകാരാ പറഞ്ഞു. പെന്തിക്കോസുകാരോട് സംസാരിച്ച പഴയ ആൾക്കാരോട് നമ്മളോട് ചോദിക്കും, എത്ര നാളായി ഇതിനകത്ത് വന്നിട്ട്? നമ്മൾ പറയാൻ 30 കൊല്ലമാണ്. ഞങ്ങൾ ഉണ്ണുണ്ണി സാറിന്റെ കാലത്ത് ഇറങ്ങിയതാണ്. ഉണ്ണുണ്ണി സാറ് കിടന്ന കട്ടിൽ ഇപ്പോഴും കാലിച്ചിന് ഇറക്കം ഉണ്ടെന്നേ ഉള്ളൂ. ഉണ്ണുണ്ണി സാറിന്റെ അല്ല, കട്ടിലിന്റെ.
ബ്രദറുകാരോട് നമ്മൾ സംസാരിച്ച് സൈമൺ സാറിൻ്റെ കാലം പെന്തിക്കോസിലല്ല ഉണ്ണുണ്ട് സാറിനെയും കൊക്കോ സാഹിബിനെയും പിടിക്കും, ബ്രദറുകാരല്ല സൈമൺ സാറിനെയും ചാടി പിടിക്കും. പാരമ്പര്യം. ഞങ്ങൾ പഴയ ആൾക്കാരാ, പഴയ ആൾക്കാരും പാരമ്പര്യക്കാരും എല്ലാം വീണ്ടും ജനനം പ്രാപിക്കണം. നമ്മളെ സുവിശേഷമൊക്കെ പറയാൻ ചെന്ന ചില വീട്ടിലെ ഞങ്ങള് പോപ്പിന്റെ ആൾക്കാരാ, അതുകൊണ്ട് ഞങ്ങളെ കുർബാന നിന്നു പോ പോ പോ. അല്ലെ മറ്റവര് ഞങ്ങൾ അന്ത്യോക്യയുടെ പിന്തുടർച്ചക്കാരാ, വേണ്ട വേണ്ട കൊല്ലക്കുടി കൊണ്ടുവന്ന് സൂചി ഒന്നും വെക്കുന്നുണ്ട്. അങ്ങോട്ട് ചെല്ലാന്ന് വെച്ചാൽ അവര് പറഞ്ഞ കൊള്ളാം. ഞങ്ങള് തോമാച്ചൻ വന്നപ്പം 52 മുങ്ങിയ കൂട്ടത്തില തൊട്ടപ്പറ പേരും അങ്ങനെ തന്നെ ആണല്ലോ. വേണ്ട വേണ്ട, എന്നാൽ നമുക്ക് ചിങ്ങവരി സൈഡിലൊക്കെ ഒന്ന് പോകാം. അവര് പറഞ്ഞ വേണ്ട വേണ്ട, ഞങ്ങൾ വള്ളത്തെ വന്നതാ, അത് ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് അറിയാം. ഇന്നലെ നമ്മുടെ കുഞ്ഞോരച്ചാൻ പറഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് 2-3 പദം പറഞ്ഞല്ലോ. ആണെന്ന് പാരമ്പര്യമൊന്നും നിന്നെ രക്ഷിക്കത്തില്ല. ഒരു പാരമ്പര്യമൊന്നും നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ വീണ്ടും ജനനം പ്രാപിക്കണം. ഞാൻ വിവരിക്കുന്നില്ല, നിർത്തുക. വീണ്ടും ജനനത്താലാണ് നാം മക്കളായി തീരുന്നത്. സ്തോത്രം. വീണ്ടും ജനനത്താണ്. ഒറ്റ വാക്ക് പറഞ്ഞങ്ങ് നിർത്തിയേക്കാം. ഈ വീണ്ടും ജനനം നടക്കുന്നത് എങ്ങനെയാണ്? അവിടെ കർത്താവ് തന്നെ നമ്മുടെ വേറെ പുതിയൊന്നും കണ്ടുപിടിക്കണേ. വെള്ളത്താലും ആത്മാവിനാലും. വെള്ളവും ആത്മാവും. വെള്ളം എന്താ? ദൈവവചനം, സ്നാനമല്ല. അവിടെ വെള്ളമെന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ വചനം. പിന്നെ ആത്മാവ്, അതറിയാമല്ലോ, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനാലും ദൈവവചനത്താലുമാണ് ഒരു വ്യക്തി വീണ്ടും ജനനം പ്രാപിക്കുന്നത്. അല്ല, ഒന്നാമത്തെ ജനനം എങ്ങനെയായിരുന്നു? നമ്മളെല്ലാം ആത്മീയരല്ലേ, ആത്മീയമായ രീതിയിൽ തന്നെ വ്യാഖ്യാനിച്ചോ? ജഡത്താല. ആ ജഡത്താൽ എങ്ങനെയാ? പുരുഷന്റെ ഇഷ്ടത്താൽ. ജഡത്താൽ എന്ന് പറഞ്ഞാൽ ഓപ്പണായിട്ട് പറയുന്നത് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കും. കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്ന, സയൻസും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാ. പുരുഷ ബീജത്താലും സ്ത്രീയുടെ അണ്ടത്താലും ഒരു കുഞ്ഞ് ജനിക്കുന്നു. ഈ 2 ഘടകങ്ങൾ കൂടിയാണ് ഒരു വ്യക്തിയുടെ ജനനം. അങ്ങനെ തന്നെ ആ വീണ്ടും ജനനം 2 ഘടകം ചേർന്ന ഒന്ന്, മാറ്റമില്ലാത്ത മായമില്ലാത്ത ദൈവത്തിന്റെ വചനം. 2, അവൻ സ്തോത്രം സകല സത്യത്തിലും വഴി നടത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഈ 2 ശക്തികൾ അവൻ അകത്ത് ഹൃദയത്തിൽ ക്രിയ ചെയ്യുമ്പോൾ ഒരു വ്യക്തി വീണ്ടും ജനനം പ്രാപിക്കുന്നു. ഞാൻ വാക്ക് നിർത്തുക. അങ്ങനെ വീണ്ടും ജനനം പ്രാപിച്ചു കഴിയുമ്പോൾ നാം മക്കളെന്നുള്ള പദവി കിട്ടും. അല്ല, അതൊന്നും കിട്ടത്തില്ല. കുരിശുമൂട്ടലെയാ, കുന്നേലയാ, വള്ളിത്താഴയാ, വള്ളിപ്പറമ്പിലെയാ, ഞങ്ങളെ കണ്ടാരപ്പള്ളി, ഞങ്ങളുടെ വീടാ കണ്ടാരപ്പള്ളിയിലെയാ, ബാധിച്ചാൻ പറയാ പച്ചക്കുളത്തെയാ, അവൻ സ്വന്തം ഞങ്ങൾ ഓതറയിലെയാ, ഞങ്ങൾ അവിടുത്തെ ഇവിടെ ഒന്നും നടക്കുന്ന കേസല്ല. അവൻ വീണ്ടും ജനനം പ്രാപിച്ചെങ്കില് അവൻ ദൈവമക്കൾ എന്ന പദവി കിട്ടും. ദൈവമക്കൾ. ആ മക്കളാണ് പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയാ സ്വർഗം കേൾക്കുന്നത്. ചിലത് വീണ്ടും ജനനം ഞാൻ സ്നാനമാണെന്നാ ധരിച്ചേക്കുന്നത്. നമ്മൾ ചോദിക്കില്ലേ, വീണ്ടും ജനനം പ്രാപിച്ചാണോ? ഞാൻ സൺഡേ സ്കൂൾ അധ്യാപകന്. അതാണോ ചോദിച്ചത്? വീണ്ടും ജനനം പ്രാപിച്ചയാളാണോ? സഭയുടെ സെക്രട്ടറിയാ. അച്ഛാ വീണ്ടും ജനനം പ്രാപിച്ചയാണോ? ഞാനല്ലോ ഡിസ്ട്രിക്റ്റിന്റെ ട്രഷറാണ്. സഹോദരി വീണ്ടും ജനനം പ്രാപിക്കുന്നത് സഹോദരി സഹായത്തിന്റെ പ്രസിഡന്റാണ് ഞാൻ. എന്നോടാണോ ചോദിക്കുന്നത്? മിണ്ടുന്നില്ല. അമ്മാവ വീണ്ടും ജനനം പ്രാപിച്ചതാണോ? സഭ തുടങ്ങിയപ്പോൾ മുതൽ ഞാനിവിടെ ഉണ്ട്. ഇതാണോ ചോദിച്ചത്? ഈ പറഞ്ഞതൊന്നും അല്ല വീണ്ടും ജനനം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും മായമില്ലാത്ത ദൈവത്തിന്റെ വചനവും ഒന്നിച്ച് ഹൃദയത്തിൽ ക്രിയ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സംഭവമാണ് വീണ്ടും ജനനം. ആ വീണ്ടും ജനനത്താൽ മക്കൾ എന്നുള്ള പദവി കിട്ടും. ആ മക്കൾ
ദൈവത്തോട് വേണം പ്രാർത്ഥിക്കാൻ. അവരാ വിളിക്കേണ്ട സ്വർഗസ്ഥനായ ഞങ്ങളുടെ. ചുമ്മാ എന്റെ പിതാവേ 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 എന്ന് വിളിച്ചാലൊന്നും. ഇപ്പൊ ഉദാഹരണം, ബാബുച്ചായന്റെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുക. ഉദാഹരണമാണ്, ബാബുച്ചായന്റെ മക്കള് ഒരു മോൻ കടന്നു പോയൊരു മോനുണ്ട്. അല്ലെങ്കിൽ മോൻ വന്ന് വിളിക്കുക, പപ്പായെന്ന് വിളിക്കുക. പപ്പ എന്നാണ് വിളിക്കുന്നത് മനുഷ്യൻ, പപ്പ. അപ്പൊ പപ്പ പപ്പാന്ന് പുള്ളിയെ വിളിക്കുക. ഈ ചെറുക്കന്റെ കൂട്ടുകാരും ചിലപ്പോൾ ഒരു പക്ഷെ പപ്പ എന്നായിരിക്കും വിളിക്കുന്നത്. ഉദാഹരണമാണ്. അപ്പൊ ബാബുച്ചാൻ ബസ് സ്റ്റോപ്പിൽ പോയി നിന്നപ്പം ഈ കൂട്ടുകാർ വന്ന് എല്ലാവരും വന്ന് ചോദിക്കുക, പപ്പ എവിടെ പോകുന്നു, പപ്പ എവിടെ പോകുന്നു, പപ്പ. ഇതറിയാൻ വരാത്ത ഒരാൾ പറയും, അയ്യോ ഇത്രയും പിള്ളേരുണ്ട് വരുന്നവനല്ല. അതെല്ലാം പുള്ളിയുടെ പിള്ളേരല്ല, ചെറുക്കൻ വിളിക്കുന്ന കേട്ടോണ്ട് വിളിച്ചതാണ് എന്ന് പറഞ്ഞ പോലെ പലരും. പിന്നെ ഹെവൻലി ഫാദർ ഇംഗ്ലീഷ് ഇരിക്കട്ടെ, എല്ലാവരും ഒന്ന് പറയാം ഹെവൻലി. ഒരു കാര്യം പറയാം, വീണ്ടും ജനനം പ്രാപിക്കാത്തവൻ അപ്പാന്ന് വിളിക്കാൻ പ്രമാണവുമില്ല, വിളിച്ചാലോട്ട് കേൾക്കുകയില്ല. എന്നാൽ ദൈവത്തിന്റെ വചനത്താൽ ആത്മാവിലാലും വീണ്ടും ജനനം പ്രാപിച്ച ദൈവമൈതൽ അപ്പ പിതാവേ എന്ന് വിളിച്ചാൽ ആ വിളി സ്വർഗത്തിൽ ദൈവം കേൾക്കും. ആരാണ് പ്രാർത്ഥിക്കേണ്ടത്? ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്. സാധാരണ നമ്മുടെ യോഗം ഓർപ്പിച്ചത് 2 മണിക്കാണ് നിർത്തുന്നത്. ഇന്ന് അല്പം നേരത്തെ നിർത്തും. ഇപ്പം നിർത്താൻ പോവാ, എനിക്ക് അല്പം ദൂരെയല്ലേ യാത്ര ചെയ്യേണ്ടത്. അതോ 2 മണി വരെ വേണോ? വേണ്ട, ഇത് തന്നെ കൂടി ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. നിർത്തുക. സ്തോത്രം. ആരോട് പ്രാർത്ഥിക്കണം? സ്വർഗസ്ഥനായ പിതാവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് അവിടെ ഒരു പദം കൊടുത്തിട്ടുണ്ട്. 1-ാം വാക്യം ഒന്നുകൂടെ, 14-ാം വാക്യം വായിക്കും. ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അപ്പൊ എങ്ങനെയാ പ്രാർത്ഥന? മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. എങ്ങനെ? മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. എന്തുവാ ഈ മുട്ടുകുത്തി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ എന്റെ ഒരാശയം? യഹൂദന്മാര് നിന്നോണ്ടാ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ ഈ ആലയത്തിൽ വന്ന് നിന്നോണ്ടാ പ്രാർത്ഥിക്കുന്നത്. അല്ലയോ രാത്രി കാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി നിന്നോണ്ടാ അവർ പ്രാർത്ഥിക്കുന്നത്. വളരെ ചുരുക്കം കേസുകളിൽ മുട്ടൽ, പക്ഷെ അതിന് മാറ്റം വരുത്തി യേശു കാണിച്ചു തന്നു. ഗതസമനയിൽ ഇവിടുന്ന് മുട്ടുകുത്തി. ഇവിടെ പൗലോസ് പറയാം മുട്ടുകുത്തുക, ഭാഗത്തേക്ക് പോകുന്നില്ല, മുട്ടുകുത്തി. അപ്പൊ ആരോട് പ്രാർത്ഥിക്കണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം, പിതാവിനോട്. എങ്ങനെ പ്രാർത്ഥിക്കണം? മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. ഈ മുട്ടുകുത്തുക എന്ന് പറഞ്ഞാൽ അത് സമർപ്പണത്തെ കാണിക്കുന്നതാണ്, അത് വിനയത്തെ കാണിക്കുന്നതാണ്, അത് താഴ്മയെ കാണിക്കുന്നതാണ്, അത് എളിമയെ കാണിക്കുന്നതാണ്, അത് വിധേയത്വത്തെ കാണിക്കുന്നതാണ്. ഞാനൊരു കാര്യം പറയാം, താഴ്മയില്ലാതെ, വിനയമില്ലാതെ, വിധേയത്വമില്ലാതെ, എളിമയില്ലാതെ പ്രാർത്ഥിച്ചാലൊന്നും മേപ്പോട്ട് പോകുകയില്ല. വാചകമൊക്കെ നല്ലതായിരിക്കും, നല്ല പ്രാസൊപ്പിച്ച് ചില പ്രാർത്ഥനയുടെ വാചകമൊക്കെ കേട്ടിട്ടില്ലേ? പണ്ടൊരാൾ എന്ന് പറഞ്ഞു, അമ്പലത്തിന്റെ ശക്തികൾ നൊമ്പരപ്പെടുത്തുമ്പോൾ, വെമ്പരപ്പെടുത്തുമ്പോൾ, പിമ്പിരി കേട്ടുമ്പോൾ അമ്പലത്ത് എല്ലാം പ്രാസമാണ്. അമ്പരശക്തികൾ നൊമ്പരപ്പെടുത്തി വെമ്പരപ്പെടുത്തുമ്പോൾ, നൊമ്പരപ്പെടുത്തുമ്പോൾ പമ്പരം പോലെ എല്ലാം കേട്ടിരിക്കാൻ നല്ല സുഖമാണ്. അമ്പരവും പമ്പരവും വെമ്പരവും നൊമ്പരവും പ്രാസം ഒപ്പിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടൊന്നും കാര്യമായില്ല. വിനയമില്ലാതെ, വിധേയത്വമില്ലാതെ, സമർപ്പണമില്ലാതെ പ്രാർത്ഥിച്ചാലൊന്നും ആ പ്രാർത്ഥന മേപ്പോട്ട് പോകുകയല്ല. ബാക്കി നമുക്ക് നാളെ എടുക്കാം. നാളെ ഇപ്പം വരുമോ എന്നുള്ളതാ. ഇത്രയും കേട്ട സ്ഥിതിക്ക് ഇതാണ് നാളെ അവിടെ തന്നെ ചിലപ്പോൾ നിങ്ങൾ പറയും, പോയിട്ടും വലിയ. ഞാനിതെല്ലാം എന്നോടും കൂടെ ആയി പറയുന്നത്. പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തുമ്പോഴേ ഒരു മനസ്താപവും വിധേയത്വവും. ഇത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അരിശം കയറിയില്ല ഇരിക്കുന്നത്. നിങ്ങൾ തന്നെ ശോധന ചെയ്യും.
നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളിനോട് കയറി വെട്ടണ്ട. സ്തോത്രം. നമ്മളെടുക്ക ഞാൻ എന്നെ പ്രതിയാക്കിയായി പറയണ്ടേ. അപ്പൊ സ്വർഗത്തിൽ ഇരുന്ന് രണ്ടാം സങ്കീർത്തനത്തിൽ ഞാൻ പറഞ്ഞത് സ്വർഗത്തിൽ ഇരിക്കുന്നവൻ ചിരിക്കുന്നു. ഈ കോക്കാ ബീച്ച് എല്ലാം കണ്ട് പുള്ളി അവിടെ നിന്ന് ചിരിക്കുക. ദൂതന്മാരും പറയാം എന്നിട്ട് നമ്മൾ പ്രവർത്തിച്ചാട്ടെ. മിക്കവാറും പ്രിയരെ പ്രാർത്ഥിക്കുന്ന എനിക്ക് ഒരു സമർപ്പണം വേണ്ടായോ? ഒരു വിനയം വേണ്ടേ? ഒരു എളിമ വേണ്ടേ? അതിനെ മുട്ടുകുത്തുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വം. ഈ രാവിലെ ഈ പകല് അടുത്തിരിക്കുന്ന ആരും ലഭിക്കണ്ട. നമ്മളിൽ ഒന്ന് കണ്ടേ, പ്രാർത്ഥനയ്ക്ക് വന്നതല്ലേ, പ്രാർത്ഥിക്കുകയല്ലേ. പിതാവും മക്കളുമായുള്ള ബന്ധം ഉണ്ടായിരിക്കണം. വീണ്ടും ജനനം പ്രാപിക്കണം. 2, എളിമയോടും വിനയത്തോടും വേണം ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്കാൻ. ഈ രാവിലെ നമുക്കൊന്ന് എല്ലാവരും സമർപ്പിക്കും. എല്ലാവരും ഒന്ന് സമർപ്പിക്കും. ഓ ദൈവത്തിന് അർപ്പണം ചെയ്യും ആത്മനിയോഗത്താൽ അല്പമെനിക്ക്